അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് നമ്മുടേത് 19ാമത്തെ ഹദീസാണ്. ഹദീസ് അബിൽ അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനമാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായുടെ വിളിപ്പേരാണ് അബുൽ അബ്ബാസ്. നമ്മുടെ റാവി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പ്രസിദ്ധനാണ്, ഏവർക്കും സുപരിചിതനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് എന്നവരുടെ മകനാണ് അബ്ദുള്ള. ഫضൽ, കുസുമ് പോലുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഏറെ ശ്രേഷ്ഠനായ സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്ത ചരിത്രം നമുക്കറിയാം. ഒരിക്കൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നു വന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിലായിരുന്നു. മൈമൂന റളിയല്ലാഹു തആല അൻഹ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുഞ്ഞാമയാണ്, മദർ സഹോദരി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഉമ്മ ഉമ്മുൽ ഫضൽ എന്ന ലുബാബ അൽ കുബ്ര എന്ന് പറയുന്ന മഹദിയാണ്. ആ മഹദിയുടെ സഹോദരിയാണ് മൈമൂന റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മദർ സഹോദരിയാണ് മൈമൂന റളിയല്ലാഹു തആല അൻഹ. അവിടേക്ക് വിരുന്നു വന്ന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നമസ്കാരം കണ്ടു പഠിക്കാനും അത് പ്രായോഗികമാക്കാനും ഒക്കെയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ വരവ്. പറയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്ന് ചെറുപ്രായക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പ്രായപൂർത്തിയായിട്ടില്ല, അത്ര ചെറുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നമസ്കരിക്കാൻ എഴുന്നേറ്റു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ആവശ്യ നിർവഹണങ്ങൾക്ക് വേണ്ടി തുനിഞ്ഞു. അപ്പോഴത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ട ശുദ്ധി വരുത്താനുള്ള വെള്ളം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എടുത്തു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ തനിക്ക് ശുദ്ധി വരുത്താനുള്ള വെള്ളം റെഡിയാണ്. അപ്പോൾ മൈമൂനയോട് ചോദിച്ചു, ആരാണ് ഈ വെള്ളം വെച്ചത്? അപ്പോൾ അത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് വെച്ചതാണെന്ന് മൈമൂന റളിയല്ലാഹു തആല അൻഹ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ സന്തോഷമായി. ആ കുരുന്നു പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം വേണ്ടി വരും, ശുദ്ധി വരുത്തണം, അതൊക്കെ മനസ്സിലാക്കി ആ വെള്ളം തയ്യാറാക്കി വെച്ച അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രതിഭയിൽ, ആ ബുദ്ധിയിൽ, ആ കാര്യപ്രാപ്തിയിൽ, കാര്യം കണ്ടെത്താനുള്ള ആ കഴിവിൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. ആ ദുആയാണ് അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ. അല്ലാഹുവേ, ദീനിൽ ഫിഖ് പ്രദാനം ചെയ്യണമേ, പാണ്ഡിത്യമേകണമേ, വിശുദ്ധ ഖുർആൻ്റെ വിവരണം പഠിപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യണമേ എന്നുള്ള ദുആ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ ഒരു ദുആയുടെ ബർക്കത്തിനാൽ ഈ ദുനിയാവിൽ ഒരു ജ്ഞാനക്കുതുകിയായി വളർന്നു എന്നതാണ് നമ്മൾ വായിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം എന്ത് സാഹസത്തിനും ഒരുമ്പെടുമായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും പഠിക്കുവാൻ വേണ്ടി പണ്ഡിതന്മാരായ സഹാബിമാരുടെ വീട്ടിൻ്റെ ഉമ്മരങ്ങളിൽ ചൂടേറ്റും തണുപ്പേറ്റും പൊടിയേറ്റുമൊക്കെ അദ്ദേഹം അവർ പുറത്തിറങ്ങുന്നത് കാത്ത് കഴിയുമായിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യ പുത്രനായ അബ്ദുള്ള ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ സഹാബികൾക്ക് പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ ജ്ഞാനം നേടുന്നതിന് വേണ്ടി അതെല്ലാം സഹിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. വിജ്ഞാനം അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ത്യാഗങ്ങൾ പറയപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുകയാണ്. സെയ്ദ് ബിൻ സാബിത്ത് ഒട്ടകപ്പുറത്ത്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് കാലിൽ നടക്കുകയാണ്. അപ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് പറയുകയാണ്, നിങ്ങൾ ഒട്ടകപ്പുറത്ത് കയറണം, ഞാൻ ഇറങ്ങാം. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് സമ്മതിച്ചില്ല. ലസ്ത ബി നാസിലിൻ വലസ്തു ബി റാക്കിബിൻ, നിങ്ങൾ ഇറങ്ങൂല്ല, ഞാനോട്ട് കയറൂല്ല. ഹാകദ ഉമിർന അൻ നുഅദ്ദിമ ഉലമാഅന, ഞങ്ങളുടെ പണ്ഡിതന്മാരെ ഇങ്ങനെ ഞങ്ങൾ ആദരിക്കണമെന്ന് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നടന്നുകൊണ്ടേയിരുന്നു. സെയ്ദ് ബിൻ സാബിത്ത് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഏവർക്കും സുപരിചിതമായ ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹം പറയുന്നത്, ഖാല കുൻതു ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഞാനൊരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിലായിരുന്നു.
അവിടെ പിന്നിൽ വാഹനപ്പുറത്തായിരുന്നു, അതല്ല പിന്നിൽ കാൽനടയായി നടക്കുകയായിരുന്നു എന്നൊക്കെ ഈ ഹദീസിൻ്റെ വിഷയത്തിൽ ദർശിച്ച പണ്ഡിതന്മാരുണ്ട്. ഏതായാലും ഫഖാൽ, പിന്നിൽ നടക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്. യാ ഗുലാം, കുട്ടി. ഗുലാം എന്ന് പറയാൻ കാരണം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ചെറുപ്രായക്കാരനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളുകളിൽ. ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വചനങ്ങളെ പഠിപ്പിച്ചു തരാം. കലിമാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ജുമൽ എന്ന അർത്ഥത്തിലാണ്, വാചകങ്ങൾ എന്ന അർത്ഥത്തിലാണ്. കലിമത്ത് എന്നുള്ളത് പദത്തിനാണ് പ്രയോഗിക്കുക, പക്ഷേ വാചകത്തിനും അത് പ്രയോഗിക്കും. ഇപ്പോൾ നമുക്കറിയാം കലിമത്തു തൗഹീദ്. കലിമത്തു തൗഹീദ്, തൗഹീദിൻ്റെ കലിമ എന്ന് പറഞ്ഞാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതല്ലേ, അതൊരു വചനമാണ്, ഒരു പദമല്ല. അപ്പോൾ ഈ കലിമത്ത് എന്നുള്ളതിനെ ജുംല എന്ന അർത്ഥത്തിലും പ്രയോഗിക്കും എന്ന് മനസ്സിലാക്കാനാണ് ഞാനത് പറഞ്ഞത്. ഇന്നി ഉഅല്ലിമുക കലിമാത്ത് ഇഹ്ഫദില്ലാഹ യഹ്ഫദുക. ഇഹ്ഫദില്ലാ, നീ അള്ളാഹുവിനെ ഹിഫ്ള് ചെയ്തോ. യഹ്ഫദുക, അള്ളാഹു നിന്നെയും ഹിഫ്ള് ചെയ്യും എന്നാണ്. അള്ളാഹുവിനെ ഹിഫ്ള് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ, അവൻ്റെ നിയമാവലികൾ പാലിക്കുക, ശരീഅത്ത് അംഗീകരിക്കുക, കൽപ്പനകൾ ശിരസ വഹിക്കുക, വിരോധങ്ങളെ വിട്ടുനിൽക്കുക. അപ്രകാരം അള്ളാഹുവിനെ യഥാവിധം അറിയുക, അവൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, അവൻ്റെ പ്രവൃത്തികൾ, അവൻ്റെ അവകാശങ്ങൾ, ഹുഖൂക്കും ഹുദൂദും ഒരുപോലെ മനസ്സിലാക്കുക. ഇതാണ് ഇഹ്ഫദില്ല. അങ്ങനെ അള്ളാഹുവിനെ ഹിഫ്ള് ചെയ്താൽ യഹ്ഫദുക, അള്ളാഹു നിന്നെയും ഹിഫ്ള് ചെയ്യും, അള്ളാഹു നിന്നെ സംരക്ഷിക്കും, കാക്കും. ഹിഫ്ളിന് പകരം ഹിഫ്ള്, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നല്ലേ, കർമ്മത്തിൻ്റെ അതേ നിലയിലായിരിക്കും പ്രതിഫലവും എന്നാണ്. അതാണ് ഹിഫ്ളിന് പകരം ഇവിടെ ഹിഫ്ള് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രവും മഹത്വവും നമ്മൾ വായിക്കുമ്പോൾ അവർക്ക് സ്വർഗത്തിലൊരു വീട് സുവിശേഷം പറയപ്പെട്ടു. ജിബ്രീൽ പറഞ്ഞത് വബശ്ശിർ ഹബിബൈത്തിൻ ഫിൽ ജന്ന, അവർക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് എന്നുള്ള സുവിശേഷം അറിയിക്കുക. ആ വീട് മിൻ ഖസബിൻ ലൈസ ഫീഹാ നസബുൻ വല സഖബ് എന്നാണ്. അത് പളുങ്കിനാൽ, ഒരൊറ്റ പളുങ്കിനാലുള്ള, മുത്തിനാലുള്ള ഒരു കൊട്ടാരമാണ്. അതിൽ ക്ഷീണമില്ല, അതിൽ ശബ്ദകോലാഹലമില്ല എന്നാണ് പറഞ്ഞത്. പണ്ഡിതന്മാർ പറയണം, എന്തുകൊണ്ടാണ് അവിടെ ക്ഷീണമല്ല എന്ന് പറഞ്ഞത്, എന്തിനാണ് അവിടെ ശബ്ദകോലാഹലമല്ല എന്ന് പറഞ്ഞത്? ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജീവിച്ച 25 വർഷത്തിൽ 10 വർഷം അത് നുബുവത്തിൻ്റെ 10 വർഷമാണ്. ആ പ്രബോധന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ആയിട്ടും ഒരു സമയമെങ്കിലും ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയോട് അരിശപ്പെടുകയോ ദേഷ്യപ്പെടുകയോ ആ വീട്ടിലൊരു ശബ്ദകോലാഹലം ഉണ്ടാവുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തെങ്കിലും മറുത്തു പറയുകയോ ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറില്ലേ, സ്വത്തുകൊണ്ടും മനസ്സുകൊണ്ടും എനിക്ക് ആശ്വാസമായി വർത്തിച്ച മഹദിയാണ് ഖദീജ എന്ന് അവരുടെ വിയോഗശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഒരു ശബ്ദകോലാഹലവും പ്രയാസവും അവരുണ്ടാക്കിയില്ല. അതുകൊണ്ടാണ് ഒരു ശബ്ദകോലാഹലവും ഒരു ബഹളവും ഉണ്ടാകാത്ത രീതിയിലുള്ളതായ ഒരു പളുങ്കിൻ്റെ കൊട്ടാരം അവർക്ക് സ്വർഗത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, പ്രവർത്തനത്തിനനുസരിച്ചാണ് പ്രതിഫലം എന്നതിൻ്റെ ഒരു ചരിത്രം ഉണർത്തി എന്ന് മാത്രം. ഏതായാലും ഈ ഹദീസിൻ്റെ തുടർച്ചയിൽ ഇഹ്ഫദില്ലാ തജിദുഹു തുജാഹക്, ഇഹ്ഫദില്ലാ, നീ അള്ളാഹുവിനെ ഹിഫ്ള് ചെയ്തോ, തജിദുഹു, നിനക്ക് അള്ളാഹുവിനെ കണ്ടെത്താം, തുജാഹക്, നിൻ്റെ മുമ്പിൽ. തുജാഹ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ. ഇതിന് അമാമക് എന്നും ഒരു റിപ്പോർട്ടുണ്ട്. തജിദുഹു അമാമക്, നിനക്ക് നിൻ്റെ മുമ്പിൽ അള്ളാഹുവിനെ കണ്ടെത്താം എന്നുള്ളതാണ്. അവിടെ അള്ളാഹുവിനെ നിൻ്റെ മുമ്പിൽ കണ്ടെത്താം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മഅയ്യത്ത്, അള്ളാഹുവിൻ്റെ കൂടെയുണ്ടാവുക എന്നുള്ള പ്രത്യേകത അതുണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ സഹായം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് നിന്നോടൊപ്പം ഉണ്ടാകും. നിൻ്റെ വിജ്ഞാനത്തിൽ, നിൻ്റെ ഉപജീവനത്തിൽ, നിൻ്റെ ആരോഗ്യത്തിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ മക്കളിൽ നീ ഇടപെടുന്ന വിഷയങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ തൗഫീഖും അള്ളാഹുവിൽ നിന്നുള്ള ഒരു ആഫിയത്തും ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിയോടും ഹാറൂനോടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫിറഔൻ്റെ അടുക്കിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഇന്നനി മഅകുമ അസ്മഉ വ അറ, ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും കൂടെയുണ്ട്, ഞാൻ കേൾക്കും കാണും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ട് കേട്ട് അള്ളാഹുവിൻ്റെ സഹായം നൽകിയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം തൗഫീഖും ഏകിയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ആ മഅയ്യത്താണ് ഇവിടെ ഉദ്ദേശം. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്. പിന്നെ പറയുകയാണ് ഇദാ സഅൽത ഫസ്അലില്ലാഹ്
വൈദസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്. ഇദാ സഅൽത നീ ചോദിച്ചാൽ ഫസ്അലില്ല അള്ളാഹിനോട് ചോദിക്ക്. വൈദസ്തഅൻത നീ സഹായം അഭ്യർത്ഥിച്ചാൽ ഫസ്തഈൻ ബില്ലാഹ് അള്ളാഹുവോട് സഹായാർത്ഥന നടത്ത്. ഇവിടെ സഹായം ചോദിച്ചാൽ അള്ളാഹിനോട് ചോദിക്കാൻ പറഞ്ഞു, യാചിക്കുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് യാചിക്കാൻ പറഞ്ഞു. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന വിഷയങ്ങളിൽ അള്ളാഹിനോട് ചോദിക്കുന്ന വിഷയമാണ്. പടപ്പുകളുടെ കഴിവിൽപ്പെട്ടത്, പടപ്പുകൾ ഉടമപ്പെടുത്തുന്നത്, പടപ്പുകളോട് ചോദിക്കുന്നതിൽ ഇളവുള്ള ദീനാണ് നമ്മുടെ ദീൻ. എന്നാൽ പടച്ച റബ്ബിൽ നിന്ന് മാത്രം സാധ്യമാകേണ്ടതായ കാര്യങ്ങൾ അത് അള്ളാഹുവിനോടേ തേടാവൂ, അതിൽ സഹായാർത്ഥന അള്ളാഹുവോടെ ആകാവൂ. അതാണിവിടെ ഉദ്ദേശം. പിന്നെ തുടർന്ന് പറയുന്നത് വഅലം അന്നൽ ഉമ്മത ലവ് ഇജ്തമഅത് അലാ യൻഫഊക ബിശൈഇൻ ലൻ യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. വഅലം നീ മനസ്സിലാക്കിക്കോ, അന്നൽ ഉമ്മത്ത് സമുദായം ലവ് ഇജ്തമഅത് അവർ ഒരുമിച്ചുകൂടി അലാ യൻഫഊക ബിശൈഇൻ വല്ലതുകൊണ്ടും നിനക്ക് ഉപകരിക്കുവാൻ, ലം യൻഫഊക അവർ നിനക്ക് ഉപകരിക്കുകയില്ല, ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക് നിനക്ക് അനുകൂലമായി അള്ളാഹു എഴുതിയത് കൊണ്ടല്ലാതെ. അതായത് നിനക്ക് അനുകൂലമായി ലഭിക്കാൻ അള്ളാഹു എന്താണോ വിധിച്ചത്, എഴുതിയത്, അതല്ലാതെ നിനക്കൊരു ഉപകാരമായി ചെയ്യാൻ ഉമ്മത്ത് ഒന്നടങ്കം ഒന്നിച്ചാലും സാധ്യമാകില്ല എന്നുള്ളതാണ്. എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്താണ് വിധിച്ചത് അതേ നേടിത്തരാൻ കഴിയൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിട്ടില്ല എങ്കിൽ അത് നേടിത്തരാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. വഇൻ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ആ ഉമ്മത്ത് അവർ ഒരുമിച്ച് കൂടി അലാ അൻ യദുറൂക നിനക്ക് ഉപദ്രവമേൽപ്പിക്കാൻ, ബിശൈഇൻ വല്ലതുകൊണ്ടും, ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക് ലം യദുറൂക അവർക്ക് ഉപദ്രവിക്കാനാവുകയില്ല, ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക് നിനക്കെതിരിൽ അള്ളാഹു വിധിച്ച എന്തുണ്ടോ, നിനക്കെതിരിൽ സംഭവിക്കാൻ അള്ളാഹു വിധിച്ചതെന്തുണ്ടോ അതുകൊണ്ട് ഉപദ്രവിക്കാനല്ലാതെ അതിനപ്പുറം ഉപദ്രവിക്കാൻ അവർക്കാവുകയില്ല എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത് അതേ ഇവിടെ സംഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ്. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തി സുഹുഫ്. റുഫിഅത്തിൽ അഖ്ലാം തൂലികകൾ ഉയർത്തപ്പെട്ടു, വജഫത്തി സുഹുഫ് ഏടുകൾ മഷി ഉണങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധി നിർണയം നടത്തിയിട്ടുണ്ട്. ആ വിധി നിർണയം അതിൽ എന്താണോ വിധിച്ചത് അതാണിവിടെ ഭവിക്കുക. ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മഖാദീറുസ് സമാവാതി വൽ അർദ് വാനങ്ങളിലും ഭൂമിയിലുമൊക്കെ സംഭവിക്കാനുള്ള കാര്യങ്ങളുടെ വിധി നിർണയം നടത്തി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൂലികയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആദ്യ നാളിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എഴുതാൻ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലം ഫഖാല ലഹു ഉക്തുബ്. തൂലികയെ സൃഷ്ടിച്ച ആദ്യ സമയം അള്ളാഹു എഴുതാൻ കൽപ്പിച്ചു എന്നാണ്. അപ്പോൾ ആ എഴുത്തിൽ അതെന്താണോ ഉള്ളത് അതാണ് സംഭവിക്കുക എന്നുള്ളതാണ്. വിധി നിർണയം കഴിഞ്ഞു. അതാണ് റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തി സുഹുഫ് തൂലികകൾ ഉയർത്തപ്പെട്ടു, ഏടുകൾ മഷി ഉണങ്ങുകയും ചെയ്തു. അതൊരു പ്രയോഗമാണ്. അതിൻ്റെ ഉദ്ദേശമാണ് ഞാനിവിടെ പറഞ്ഞത്. റവാഹു തുർമുദിയു വഖാല ഹദീസുൻ ഹസനുൻ സഹീഹ്. ഈ ഹദീസ് ഹസനുൻ സഹീഹ് എന്ന ഇമാം തുർമുദി വിധിക്കുകയുണ്ടായി. വഫി റിവായത്തി ഗൈരി തിർമിദി ഇമാം തുർമുദിയുടേതല്ലാത്ത മറ്റു റിപ്പോർട്ടുകളിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. അതിൽ ഇപ്രകാരം കൂടിയുണ്ട്. അതെന്താണ്? ഇഹ്ഫദില്ലാ തജിദുഹു അമാമക്. ഇഹ്ഫദില്ലാ നീ അള്ളാഹുവിനെ ഹിഫ്ള് ചെയ്തോ, തജിദുഹു അള്ളാഹുവിനെ നിനക്ക് കണ്ടെത്താം, അമാമക് നിൻ്റെ മുമ്പിൽ. അത് നമ്മൾ എന്താണെന്നുള്ളത് ഉണർത്തി. തഅറഫ് ഇലല്ലാഹ് ഫിർ റഖ യഅരിഫ്ക ഫി ശിദ്ദ. തഅറഫ് ഇലല്ലാഹ് ഫിർ റഖ. റഖായിൽ നീ അള്ളാഹുവിനെ അറിഞ്ഞോ എന്ന് പറഞ്ഞാൽ ഈ റഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ ആളുകളുടെ ക്ഷേമകാലം, ആരോഗ്യകാലം, ഐശ്വര്യകാലം, ഈ കാലങ്ങളിൽ അള്ളാഹുവിനേക്ക് തഅറഫാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനുള്ള അവകാശങ്ങൾ നിർവഹിക്കുക എന്നർത്ഥം. നിൻ്റെ ക്ഷേമകാലം പോയി, ആരോഗ്യകാലം പോയി, ഐശ്വര്യം നിനക്ക് വഴിമാറി, സമാധാന ചിത്തമായ അവസ്ഥക്കുള്ള സാഹചര്യം ഇല്ലാതായി, നിർഭയത്വം കളിയാടാത്ത അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല യഅരിഫ്ക ഫി ശിദ്ദ ആ കാഠിന്യത്തിൽ, പ്രയാസത്തിൽ, ഞെരുക്കത്തിൽ, ക്ഷാമത്തിൽ, രോഗത്തിൽ അള്ളാഹു നിന്നെ സഹായിക്കും, നിന്നെ താങ്ങും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം.
പല മുസ്ലിമീങ്ങളും ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത പോലെയാണ് അവരുടെ അള്ളാഹുവിനോടുള്ള വർധനം എന്നുള്ളതൊരു ഖേദകരമായ വസ്തുതയാണ്. ഇത് നമ്മളിവിടെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളുടെ ക്ഷേമകാലത്ത് അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിനുള്ള ഹക്ക് നിർവഹിച്ചാൽ അതിൽപ്പെട്ടതാണ് പ്രാർത്ഥനയും നമ്മുടെ വിളിയും സഹായാർത്ഥനയൊക്കെ. നമ്മളുടെ പ്രതിസന്ധിയിൽ, പ്രശ്നങ്ങളിൽ, ബുദ്ധിമുട്ടിൽ, കഷ്ടതയിൽ, ഞെരുക്കത്തിൽ അള്ളാഹു നമ്മളെ സഹായിക്കും എന്നുള്ളതാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മുടെ ഞെരുക്കത്തിൽ വിളിക്കണം, നമ്മുടെ പ്രയാസത്തിൽ വിളിക്കണം, നമ്മുടെ കഷ്ടതയിൽ വിളിക്കണം. എന്തിന്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ താങ്ങാൻ, നമ്മളെ സഹായിക്കാൻ. ഏതുപോലെ നമ്മളുടെ ക്ഷേമത്തിലും ഐശ്വര്യത്തിലും നിർഭയത്വത്തിലും നമ്മൾ അള്ളാഹുവിനെ വിളിച്ചിരുന്നത് പോലെ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അവർ അവരുടെ ക്ഷേമത്തിലും ഐശ്വര്യത്തിലും നിർഭയത്വത്തിലും അവർ അള്ളാഹുവിനെ വിളിക്കുമായിരുന്നില്ല. എന്നാൽ അവരുടെ ക്ഷാമത്തിലും ഞെരുക്കത്തിലും അസന്നിഗ്ധ ഘട്ടത്തിലും അവരുടെ നിർബന്ധിതാവസ്ഥയിലും അവർ അള്ളാഹുവിനെ അറിഞ്ഞിരുന്നു, അവർ അള്ളാഹുവിനെ വിളിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ വായിക്കുകയാണ്. ഈ ഒരു പ്രത്യേകത പല മുസ്ലിം നാമധാരികൾക്കും ഇന്നില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത. ഞെരുക്കത്തിൽ പോലും, കഷ്ടതയിൽ പോലും, പ്രയാസത്തിൽ പോലും അള്ളാഹുവിനെ അറിയാത്ത, എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ന് വിളി വരാത്ത പല മുസ്ലിമീങ്ങളും അവിടെയും മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, മറിയം ബീവിയെ അനുഗ്രഹിക്കണമേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് റസൂലെ പൊറുക്കണമേ, ഇങ്ങനെയൊക്കെ തേടുന്ന ഒരവസ്ഥ പല മുസ്ലിമീങ്ങളിലും നമ്മൾ കേൾക്കുന്ന, അറിയുന്ന ഒരു വസ്തുതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം അധ്യാപനങ്ങൾ അപ്പോൾ അത്തരം മുസ്ലിമീങ്ങളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ ഒരു ഭാഗം പ്രത്യേകം ഞാൻ ഇവിടെ ഊന്നാൻ കാരണം ഇവിടെ ഒരു തിരിച്ചറിവ് മുസ്ലിമീങ്ങൾക്ക് ആ വിഷയത്തിലുണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഞാൻ ഇവിടെ ഓർക്കുന്നത് ഇക്രിമ ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം ആശ്ലേഷിച്ച ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഭാഗമാണ്. ഇക്രിമ റളിയല്ലാഹു തആല അൻഹു മക്കം ഫതഹിൽ ഓടിയ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിൽ 4 പേർ അവർ കഅബത്തിൻ്റെ കില്ലയിൽ തൂങ്ങി നിൽക്കുകയാണെങ്കിലും കൊല്ലാൻ പറഞ്ഞിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഖത്തൽ, മിഖ്യസ് ഇബ്നു സബാബ, അബ്ദുല്ലാഹ് ഇബ്നു അബി സർഹ്, പിന്നെ ഇക്രിമ ഇബ്നു അബീ ജഹൽ. ഇക്രിമ ഇത് കേട്ട് പന്തിയില്ലാന്ന് കണ്ടപ്പോൾ ഓടുക ചെയ്തത്. അങ്ങനെ സമുദ്രം മാർഗേണ ഓടി കപ്പലിൽ കയറിയിട്ട് ആഫ്രിക്കയിലേക്ക് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച് പോയപ്പോൾ ആ കപ്പലിൽ കയറി കപ്പൽ യാത്ര തുടർന്നപ്പോൾ വലിയ കാറ്റ് വന്നു, തിരമാലകൾ അടിച്ചു വീശി, കപ്പൽ ആടിയുലഞ്ഞു, വലിയ പ്രതിസന്ധി ഉണ്ടായത്. അപ്പോഴാണ് പറയുന്നത് അഖ്ലിസു ഫ ഇന്ന ആലിഹതക്കും ലാ തുഗ്നി അൻകും ഷൈഅൻ ഹാഹുന. അഖ്ലിസു, കപ്പലിലുള്ള ആളുകൾ വിളിച്ചു പറയാണ്, അള്ളാനെ മാത്രം വിളിച്ചോളിയും, കാരണം നിങ്ങളുടെ ഇലാഹുകൾ ഇവിടെ ഒരു ഉപകാരവും ചെയ്യൂല എന്നാണ് പറയുന്നത്. ചില റിപ്പോർട്ടുകളിൽ ജഅലു യദഊന അല്ലാഹ വ യുവഹിദൂനഹു എന്നാണ്, അള്ളാഹിനോട് മാത്രം ദ്വൈരക്കാനും അവനെ ഏകപ്പെടുത്താനും തുടങ്ങിയെന്നാണ് ആര്? ഈ കപ്പലിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ. അപ്പോൾ ഇക്രിമ ചോദിച്ചു എന്നാണ്, മാ ഹാദ, ഇതെന്താണെന്ന്. അപ്പോൾ അവർ പറയാണ്, ഹാദ മക്കാനു ലാ യൻഫഉ ഫീഹി ഇല്ലല്ലാഹ്, ഇത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹ് മാത്രമേ ഉപകരിക്കുള്ളൂ, അതുകൊണ്ടാണ് അള്ളാഹിനെ വിളിക്കണമെന്ന് അവർ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇക്രിമ പറയാണ്, ഹാദ മാ യദഊന ഇലൈഹി മുഹമ്മദുൻ ഫർജിഉ ബിനാ, ഇതന്നെയല്ലേ മുഹമ്മദും ഞങ്ങളെ ക്ഷണിക്കുന്ന വിഷയം, നാം മടങ്ങുക എന്ന് പറഞ്ഞു എന്നാണ്. ചില റിപ്പോർട്ടുകളിലുള്ളത് അദ്ദേഹം പറഞ്ഞു എന്നാണ്, വല്ലാഹി ലഇല്ലം യുനജ്ജീനി മിനൽ ബഹ്രി ഇല്ലൽ ഇഖ്ലാസ് ലാ യുനജ്ജി ഫിൽ ബർരി ഗൈറുഹു. അള്ളാനെ മാത്രം വിളിക്കലാണ് കടലിൽ രക്ഷപ്പെടുത്താൻ ഉള്ള വഴിയെങ്കിൽ കരയിലും എന്നെ രക്ഷപ്പെടുത്താൻ ആ ഒരു വിളി തന്നെ ഉണ്ടാവുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ചൊരു പ്രതിജ്ഞ ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാം. അള്ളാഹു നീ എന്നെ ഈ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ മക്കയിൽ ചെല്ലാനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്താനും, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൈ വെച്ചിട്ട് ഞാൻ നിൽക്കും, അപ്പോൾ ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് മാപ്പ് നൽകുന്നവനായി, അത്യുദാരനായി അദ്ദേഹത്തെ ഞാൻ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രതിജ്ഞ, പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അവർ ഷിദ്ദത്തിൽ അള്ളാഹിനെ മനസ്സിലാക്കി, റഹായിൽ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവരാണ്. എന്നാൽ പല മുസ്ലിമീങ്ങളും നോക്കൂ നിങ്ങൾ, റഹായിലും അള്ളാഹിനെ മനസ്സിലാക്കണില്ല, ഷിദ്ദത്തിലും അള്ളാഹിനെ മനസ്സിലാക്കണില്ല. അവരുടെ ക്ഷാമകാലവും ക്ഷേമകാലവും ഒരുപോലെയാണ്. ഒരു സന്ദർഭത്തിലും അള്ളാഹ് എന്നുള്ള വിളി പലർക്കും ഇല്ല. ചിലർ അലിയാരെ വിളിക്കും, ചിലർ ഹുസൈനെ വിളിക്കും, ചിലർ മറ്റു പല മഹത്തുക്കളെയും വിളിക്കും. ഇങ്ങനെ ഉള്ള ഒരു ദുരന്ത അവസ്ഥ. അപ്പോൾ ആ വിഷയത്തിൽ ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ് ഞാൻ ഒരു കാര്യം ഇവിടെ ഒരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണർത്തിയത്. തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ യഅരിഫ്ക ഫി ഷിദ്ദ വഅലം അന്നമ അഖ്തഅക ലം യകുൻ ലിയുസീബക വമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക. വഅലം, നീ മനസ്സിലാക്കിക്കോ, അന്നമ അഖ്തഅക, നിന്നെ വഴിതെറ്റിയത്, നിന്നെ തൊട്ട് പിഴച്ചത്,
ലം യകുൻ ലി യുസീബക്, അത് നിനക്ക് ഏൽക്കാനുള്ളതല്ല എന്നത് വാലം നീ മനസ്സിലാക്കിക്കോ. വമ അസാബക്, നിനക്ക് ഏറ്റത് ലം യകുൻ ലി യുഖ്തിഅക്, നിന്നെ തൊട്ട് തെറ്റിപ്പോകാൻ ഉള്ളത് ആയിട്ടുമില്ല. അതായത് ഒരു സംഗതി നിനക്ക് ഏറ്റില്ല എങ്കിൽ അത് നിനക്ക് ഏൽക്കാനുള്ളതല്ല, ഒരു സംഗതി നിനക്ക് ഏറ്റു അത് നിന്നെ തൊട്ട് വഴിമാറിപ്പോകാനുള്ളതും അല്ല എന്ന് നീ മനസ്സിലാക്കിക്കോ എന്നാണ് ഇവിടെ ഉണർത്തുന്നത്. എന്തായി പറഞ്ഞത്? നമുക്ക് ബാധിച്ചത് നമുക്ക് ബാധിക്കാനുള്ളതാണ്. നമ്മൾ വിധിയിൽ വിശ്വസിക്കണം, ആശ്വസിക്കണം. നമുക്ക് ബാധിക്കാതിരുന്നത്, നമുക്ക് ഏൽക്കാതിരുന്നത് അത് നമുക്ക് ഏൽക്കാനുള്ളതായി അല്ല, അതുകൊണ്ട് നമുക്കത് ഏറ്റില്ല, നമുക്കത് ലഭിച്ചില്ല. വിധിയിൽ വിശ്വസിക്കണം, നമ്മൾ ആശ്വസിക്കുകയും സമാധാനിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. വാലം അന്നൻ നസ്റ മഅ സബ്ർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർത്തി പറയുകയാണ്, വാലം നീ മനസ്സിലാക്കിക്കോ, അന്നൻ നസ്ർ, തീർച്ചയായും വിജയം, മഅ സബ്ർ, ക്ഷമയോടൊപ്പമാണുള്ളത്. വ അന്നൽ ഫറജ് മഅൽ കറബ്, ഫറജ് എന്ന് പറഞ്ഞാൽ ആശ്വാസം, അത് ഞെരുക്കത്തോടൊപ്പമാണ്. വ അന്ന മഅൽ ഉസ്രി യുസ്ര, ഞെരുക്കത്തോടൊപ്പമാണ്, പ്രയാസത്തോടൊപ്പമാണ് എളുപ്പമുള്ളത്. അപ്പോൾ ഈ അവസാന ഭാഗം വാലം അന്നൻ നസ്റ മഅ സബ്ർ, ക്ഷമയോടൊപ്പമാണ് വിജയമുള്ളത്. ക്ഷമ മേൽവിലാസമാണോ എങ്കിൽ വിജയം ലഭിക്കും എന്നുള്ളതാണ്. ക്ഷമ വേണ്ടത് കൽപ്പനകൾ പ്രയോഗവൽക്കരിക്കുന്നതിലാണ്, വിരോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലാണ്. അള്ളാഹുവിൽ നിന്നുള്ള വിധി പ്രതികൂലമായി ബാധിക്കുമ്പോൾ അവിടെ ക്ഷമ വേണം, അനുകൂലമായി വരുമ്പോഴും ക്ഷമ വേണം. ഏതായാലും ക്ഷമയുണ്ടോ അവിടെയാണ് വിജയം. അപ്പോൾ അക്ഷമ ഉള്ളയിടത്ത് പരാജയമാണ് എന്ന് നമുക്കതിൽ നിന്ന് വായിക്കാം. വാലം അന്നൻ നസ്റ മഅ സബ്ർ. അതേപോലെ അന്നൽ ഫറജ് മഅൽ കറബ്, ഫറജ് ആശ്വാസമാണ്, വിശാലതയാണ്, അത് ഞെരുക്കത്തോടൊപ്പമാണ്. ഞെരുക്കത്തെ തുടർന്ന് ഫറജ് വരും, എന്നും ഞെരുക്കം തുടരില്ല. പിന്നെയോ അതിനെ തുടർന്ന് ആശ്വാസം വരും എന്നതാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേകുന്ന സുവിശേഷം. പിന്നെ വഅന്ന മഅൽ ഉസ്രി യുസ്ര, ഞെരുക്കത്തോടൊപ്പം എളുപ്പമുണ്ട് എന്നുള്ളതാണ്. എന്നും ഞെരുക്കം അതുണ്ടാവില്ല, എന്നും കാഠിന്യം അതുണ്ടാവില്ല. പിന്നെയോ സുഖവും എളുപ്പവും അതിനെ തുടർന്ന് വരും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ഇന്ന മഅൽ ഉസ്രി യുസ്ര ഫഇന്ന മഅൽ ഉസ്രി യുസ്ര ഇന്ന മഅൽ ഉസ്രി യുസ്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ ഉസ്റിനോടൊപ്പം യുസ്റുണ്ട് എന്ന്. അവിടെ ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന്, ഫഇന്ന മഅൽ ഉസ്രി യുസ്ര ഇന്ന മഅൽ ഉസ്രി യുസ്ര. 2 തവണ ഉസ്ർ പറഞ്ഞു, ഞെരുക്കം പറഞ്ഞു. അവിടെ 2 തവണയും അൽ ഉസ്ർ, അൽ ഉസ്ര എന്ന് പറയുന്നത് മാരിഫയാണ്. മാരിഫ ആവർത്തിച്ച് വന്നാൽ അതിൻ്റെ തേട്ടം ഒരു ഉസ്റാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, ആ ഉസ്ർ തന്നെയാണ് ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്നുള്ളിടത്തുള്ള ഉസ്ർ. എന്നാൽ യുസ്ർ അവിടെ അൽഫിലാമില്ല, യുസ്ർ അൽ യുസ്ർ എന്ന് പറഞ്ഞില്ല, യുസ്രൻ എന്നാണ് പറഞ്ഞത്. അത് നക്കിറയാണ്. നക്കിറ ആവർത്തിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ യുസ്രല്ല പിന്നെ പറഞ്ഞ യുസ്ർ, ആദ്യം പറഞ്ഞ എളുപ്പമല്ല പിന്നെ പറഞ്ഞ എളുപ്പം. അപ്പോൾ ഒരു ഞെരുക്കത്തോടൊപ്പം എളുപ്പങ്ങളുണ്ട് എന്നാണ്. ഒരു ഞെരുക്കാണ്, പക്ഷേ കുറേ എളുപ്പങ്ങൾ, പല എളുപ്പങ്ങൾ എന്നാണ് ആ ഒരു പ്രയോഗത്തിൻ്റെ വായന. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ പോലുള്ളവർ പറഞ്ഞത് ലൻ യഗ്ലിബ ഉസ്റുൻ യുസ്റൈനി, ഒരു ഞെരുക്കത്തിന് 2 എളുപ്പങ്ങളെ തോൽപ്പിക്കാനാവില്ല, മറികടക്കാനാവില്ല എന്ന്. ഒരു പ്രയാസമുണ്ടോ, കുറേ ആശ്വാസങ്ങളുണ്ട് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച ഈ ഒരു പ്രയോഗത്തിൻ്റെ ഭാഷ അറിയിക്കുന്നതെന്ന് തഫ്സീറുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഏതായാലും ഈ ഹദീസ് വളരെ മഹനീയമായ ഒരു ഹദീസാണ്. സുന്ദരമായ ആശയങ്ങളെ ദ്യോതിപ്പിക്കുന്ന ഹദീസാണ്. നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ പ്രയോഗവൽക്കരിക്കുവാനും ആദർശമായി ഉൾക്കൊള്ളുവാനും അതേപോലെ തന്നെ പരീക്ഷണങ്ങളെ അതിജയിക്കുവാനും ഒക്കെ നമുക്ക് മാർഗദർശനം നൽകുന്ന മഹനീയ ഹദീസാണ് നമ്മുടെ ഈ ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും ഈ സത്യദീനിൽ ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നോക്കി വരുന്ന മുസീബത്തിനെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. എല്ലാ നന്മകളിലേക്കും നമുക്ക് ഉദവിയും തുറവിയും നാഥൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.